പരിശുദ്ധ പരമദൈവകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം ജോലി, പിന്നെ ഡേറ്റ്, വീടില്ലാത്തവര്. ഇന്നത്തെ സാക്ഷ്യം കേട്ടില്ലേ? പുഴ ഒഴുകുന്ന സ്ഥലത്ത് 5, 6, 7 വർഷമായിട്ട് പട്ടയമില്ലാത്ത ഭൂമി. ആ പട്ടയമില്ലാത്ത ഭൂമി വീട് വെക്കാൻ അനുവാദമില്ല. അതിന് ആ പട്ടയ ഭൂമിയിൽ കരമടച്ച രസീതുമില്ല, വീട് വെക്കാൻ കാശുമില്ല. എന്നിട്ട് വീടൊക്കെ ഇവിടുന്ന് വന്ന് അമ്മയുടെ കയ്യിൽ 10,000 വീടുണ്ട്. അത് പട്ടയമില്ലാത്ത ഭൂമിയാണെങ്കിലും അമ്മ ഒന്ന് തീരുമാനിച്ചാൽ വിഷയം നടക്കൂ. അതല്ലേ നമ്മൾ കേട്ടത്. ഇത് ഒരു സാക്ഷ്യമല്ല, ഇങ്ങനെ കുറേ സാക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ വീടില്ലാത്തവർ കൈപൊക്കിക്ക്, സ്ഥലമില്ലാത്ത കൈപൊക്കിക്ക്, സ്ഥലവും വീടില്ലാത്ത കൈപൊക്കിക്ക്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവേ, വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ കർത്താവിൻ്റെ കൃപയിൽ വീട് ലഭിക്കാൻ ഇടയാക്കണമേ. ദൈവത്തിൻ്റെ ശക്തി അവരൊക്കെ ആവശ്യിക്കട്ടെ, ദൈവത്തിൻ്റെ ശക്തി ആവശ്യിക്കട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപ പെരുന്നതിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപ പെരുന്നതിയേ, അനുദിനം നിൻ പദഗതിയേ, അടിയനു നിൻ കൃപമതിയേ, അനുദിനം നിൻ പദഗതിയേ, അടിയനു നിൻ കൃപമതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആ പുതിയ വീട് വെച്ചിട്ട് 7-ാം തീയതി 8-ാം തീയതി പ്രളയം, 7-ാം തീയതി താക്കോല് കിട്ടി. അത് വെഞ്ചരിച്ച് 8-ാം തീയതി പ്രളയമായിട്ട് പോലും വെള്ളം വന്ന് വേലിക്കൽ എത്തി നോക്കിയിട്ട് പോയി. കാര്യം എന്താ അറിയാം? അമ്മ അകത്ത് നിൽപ്പുണ്ട്. പിടിച്ച് വീഞ്ഞാക്കി എന്ത് ചെയ്യും? വെള്ളത്തിന് പണ്ട് പോലെ അനുഭവമുള്ളതാണേ. അമ്മ ആരാണെന്ന് വെള്ളത്തിന് അറിയാം, നമുക്കാണ് അറിയാൻ പാലാത്ത. ശ്രുതികട ഹല്ലേലൂയ. വെള്ളത്തിൽ വീഞ്ഞാക്കി അത്ഭുതം നടത്തിയ ദൈവമേ, ഉടമ്പടി ചെയ്യുന്ന മക്കൾക്ക് തത്സമയ ദൈവാനുഭവം പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കേസിൽപ്പെട്ടവരെ, ജയിലിലായിരിക്കുന്നവരെ, നിങ്ങൾ അങ്ങനെ ഒരിക്കലും ആരെയും വിധിക്കരുത് കേട്ടോ. അവർ ജയിലിൽ കിടക്കുന്നത് അവരുടെ കയ്യിരിപ്പ് കൊണ്ടാണെന്നൊന്നും പറയരുത്. നമുക്കിതൊന്നും പറയാനുള്ള അവകാശമോ അധികാരമോ ഇല്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മുള്ളിൽ പെട്ട ഒരു ആട് കണ്ട ആ ആടിനെ എടുക്കാനേ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ആടിന് അങ്ങനെ തന്നെ വേണം, കയ്യിരിപ്പ് കൊണ്ടാണെന്ന് ഇതൊന്നും നമ്മളുടെ റെഫറൻസിൽ വരുന്ന വിഷയമല്ല. അതുകൊണ്ട് ജയിലിൽ കിടക്കുന്നവരെ ഓർക്കണം. എന്ത് അവസ്ഥയിലാണ് അവരെ കിടക്കുന്നത്. ഇനി അവരുടെ കയ്യിൽ തന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും ദൈവത്തിന് അവരെ ഏറ്റെടുക്കാൻ പറ്റും. അപ്പം അവരെ സംരക്ഷിക്കാൻ പറ്റും, വലിയ മനുഷ്യരാക്കാൻ പറ്റും. ഈ ജയിലിൽ കിടക്കുന്നവരൊക്കെ സാധാരണ മനുഷ്യരെക്കാൾ കഴിവുള്ളവരാണെന്നറിയാമോ? സാധാരണ മനുഷ്യരെക്കാളും കഴിവുള്ളവരാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർക്കിയിരുന്ന് ഇവിടുന്നൊക്കെ കുറേ ആൾക്കാർ പോയില്ലേ, ആ ജെറ്റ് വിമാനത്തിൻ്റെ ആളൊക്കെ ഇപ്പം തകർന്ന് നാട് വിട്ട് പോയില്ലേ, 900 കോടി കടമൊക്കെ ആയിട്ട് പോയില്ലേ, ഇല്ലേ? അപ്പോൾ അങ്ങനെ പോയവരപ്പോൾ നമ്മളോർക്കും അവർ കള്ളന്മാരാണെന്ന്. അങ്ങനെയല്ല. അവർ എത്ര ആയിരങ്ങൾക്കാണ് ഇന്ത്യയിൽ ജോലി കൊടുത്തത്. എത്ര ആയിരങ്ങൾക്കാണ് ഇന്ത്യയിൽ ജോലി കൊടുത്തത്. അവരുടെ ആ ജെറ്റ് വിമാന കമ്പനി തകർന്നപ്പോൾ എത്ര ഹെയർ ഹോസ്റ്റസുമാരാണ് പട്ടിണിയായിപ്പോയത്. അവർ ജോലി ചെയ്തപ്പോൾ ആരാണ് കടമില്ലാത്തത്? കടം വരും ആർക്കായാലും. ഇങ്ങനെയുള്ളവരൊക്കെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണം. ജനത്തിന് നിലനിർത്താൻ കഴിവുള്ളവരെ രാജ്യം കടത്തി വിടരുത്. അത് കഴിവാണത്, അതവരുടെ കഴിവാണ്. അവർ കഴിവ് കൊണ്ടാണ് ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കിയത്.
നമ്മളൊരു വീട് കൊണ്ടുപോകാൻ നമുക്ക് എന്ത് പാടുപെടണം നമ്മളെ. അപ്പോഴൊരു ബിസിനസ് കമ്പനി കൊണ്ടുപോകാൻ അതിനൊക്കെ പാടായിരിക്കും. അപ്പം അത് കഴിവുള്ളവൻ, ധൈര്യമുള്ളവൻ അതിൻ്റെ അകത്ത് സാഹസികമായിട്ട് ചെന്ന് ചാടിയിരിക്കുകയാണ്. അപ്പോൾ ചില കണക്ക് തരുകൊണ്ട് കൂട്ടർ തെറ്റിപ്പോകുമ്പോൾ ചിലപ്പോൾ സാമ്പത്തിക ബാധ്യത വരും. രാഷ്ട്രം നമ്മുടെ കഴിവുള്ളവരെ സംരക്ഷിക്കണം. എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ജനങ്ങൾ ഇവിടുന്ന് കുറ്റിയും പറിച്ച് ലോകരാജ്യങ്ങളെല്ലാം പോയി ജോലിക്ക് തെണ്ടി നടക്കേണ്ടി വരും. ഇന്ത്യക്കാരൻ കഴിവുള്ളവന് അവന് സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് കൊടുത്ത് അവനെ നിലനിർത്തി അവൻ്റെ കഴിവിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്ര പുനർനിർമ്മാണത്തിനും ജനങ്ങൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. ശ്രുതികട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, കർത്താവിന്റെ ശക്തി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും കൽപ്പിച്ച ദൈവമേ, ജയിലിൽ കിടക്കുന്ന മക്കള്, നാട് കടത്തപ്പെട്ട മക്കള്, അവരുടെ ജീവിത മേഖലകളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് PR ഒത്തുവരാത്തവരെ, വിസ ട്രബിൾസ് ഉള്ളവരെ, ഏജൻസിക്ക് പൈസ കൊടുത്തിട്ട് വിസ കിട്ടാൻ താമസിക്കുന്നവരെ, പലതരത്തിലുള്ള IIT OIT പോലുള്ള നൈപുണ്യ പല മത്സര പരീക്ഷകൾ, യോഗ്യത പരീക്ഷകൾ, നൈപുണ്യ പരീക്ഷകൾ അതെല്ലാം എഴുതിയിരിക്കുന്നവരെ, എഴുതാൻ പോകുന്നവരെ, അവരതിനു വേണ്ടി ഉടമ്പടി എടുത്തിട്ടുള്ളവരെല്ലാം കാരുണ്യം ലഭിക്കാൻ, അവരുടെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപയാൽ അവർ കരകയറാൻ കൈയുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരീക്ഷ എഴുതുന്ന മക്കള്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കളെ സ്പർശിക്കണമേ കർത്താവേ. അവരുടെ തൊഴിൽ മാത കർത്താവേ. ശരീരമാസകലം രോഗമുള്ളവരുണ്ടാകും, നീർക്കെട്ടലുള്ളവർ, ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകളുള്ളവർ, എത്ര മരുന്ന് കഴിച്ചിട്ട് ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നവർ, ശരീരത്തിൽ ഇങ്ങനെ അലർജിയുള്ളവർ എല്ലാം അവരെ ഇന്ന് പറഞ്ഞിരിക്കുന്ന രോഗിയില്ലേ, എന്താ പറഞ്ഞത്, കൊടിഞ്ഞി രോഗം പറഞ്ഞില്ലേ ഇന്ന്, മെനിഞ്ചൈറ്റിസ് അല്ല, മെനിഞ്ചിസ് അല്ലോ, മൈഗ്രെയിൻ, കൊടിഞ്ഞി രോഗമുള്ളവർ അവരെല്ലാം ഇങ്ങനെ കുറേ കുടിഞ്ഞി രോഗക്കാർ ഇവിടെ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. 40 കൊല്ലം 20 കൊല്ലമൊക്കെ ഉള്ളവർ. അപ്പം അമ്മ ഇതെല്ലാം ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തലവേദന മാറി വരുന്നവരൊക്കെ തല കൈവെക്കുക. കാര്യം തലവേദന അത്ര അത് ഒന്നും ചെയ്യിക്കാൻ പറ്റത്തില്ല, ഛർദ്ദിച്ച് പിരിയുള്ളത്. അങ്ങനെയുള്ളവരുണ്ട്. രോഗം വരുമ്പോൾ ഒക്കെ എന്ത് ചെയ്യും ദൈവമേ എന്നുള്ളവരുണ്ട്. അവരെ തലയിൽ കൈവെക്കുക. കുടിഞ്ഞിക്കാർ, അലർജിക്കാർ, മറ്റു ശരീരം മൊത്തം ഉള്ളങ്കാലും ഉച്ച രോഗമുള്ളവർ അച്ഛനെ പോലെ പിണച്ച് കൈവെക്കുക. കിഡ്നി രോഗികൾ നടുവലിൽ കൈവെക്കുക, നടുവിന് കൈവെക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മാരക രോഗങ്ങൾ, തിരാവേദികൾ, മനോരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ക്യാൻസർ രോഗികൾ, അതുപോലെ തന്നെ മനോരോഗികൾ, ഉറക്കമില്ലാത്ത കുറേ ആൾക്കാർ സുഖപ്പെട്ടിട്ടുണ്ട്. ഉറക്കമില്ലാതെ ഒന്ന് കിടന്നു നോക്കണം, 2 ദിവസം കൊണ്ട് മനുഷ്യൻ്റെ മാനസിക നിലവാരം തന്നെ മാറിപ്പോകും. അപ്പോൾ ഉറക്കമില്ലായ്മ വലിയൊരു വിഷയമാണ്. ഷുഗർ രോഗികൾ, പ്രഷർ രോഗികൾ, അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോണത്. ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. എപ്പോഴും നിസ്സാര ഒരു സ്വരം കേട്ട പട്ടി കുരച്ചാൽ പോലും പ്രഷർ കൂടുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ നമുക്ക് വലിയ സങ്കടം തോന്നണം. അവരൊക്കെ അമ്മയുടെ പറയണം, ഇത് നിങ്ങളുടെ അമ്മക്കില്ലെന്ന് പറഞ്ഞിട്ട് പറയരുത്. വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ മതി, അത് അമ്മയോട് പറയണം. അമ്മ ഇന്ന ആൾക്കാർക്ക് ഇന്ന രോഗമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നിൻ്റെ ശത്രുക്കൾക്കാണെങ്കിൽ പോലും നീ അത് പറയണേ. ഇവിടെ അവരൊക്കെ സുഖമായി ജീവിക്കട്ടെ, അങ്ങനെ മനസ്സിനോട് പറ. അപ്പം നിൻ്റെ സ്നേഹ നിലവാരം വർദ്ധിക്കും. അപ്പം നിൻ്റെ നിത്യതയിൽ കർത്താവിനെ അറിയാനും നിൻ്റെ അനുദിന ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വരാനും സാധിക്കും. അതുപോലെ തന്നെ ഈ പലതരത്തിലുള്ള പ്രണയബന്ധങ്ങളിൽ നിന്ന് കുടുങ്ങി വരും, തല ഊരാൻ പറ്റാത്തവരൊക്കെ ഇല്ലേ. പണ്ടത്തെ പെൺകൊച്ചുങ്ങളെക്കാളും ഭയങ്കര ഒരു
അപകടത്തിലാണ് പുതിയ പെൺകുട്ടികൾ. പ്രത്യേകിച്ച് ആരെങ്കിലും കയറി ലൈനാവും. അത് പെട്ടെന്നൊക്കെ നടക്കും. പക്ഷെ ഒറ്റ ആഴ്ച കൊണ്ടൊക്കെ 1-2 മാസം കൊണ്ടൊക്കെ അവർ ശാരീരിക ബന്ധമായി പോകും. ഇതാണ് ഈ കാലത്തെ ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ടാണ് പിന്നീട് അവർ തിരിച്ച് വിളിച്ചിട്ട് വരാത്തതിൻ്റെ കാരണം. അകപ്പെട്ടു പോകും. അത് ഭയങ്കര അകപ്പെടലാണത്. അതുകൊണ്ട് പെൺകുട്ടികൾ അച്ഛൻ പറഞ്ഞ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഒരു വായി നോക്കിക്കളുടെ പുറകിൽ അവൻ എത്ര വലിയ ആളായാലും നീ നിൻ്റെ വിശ്വാസം വിട്ട്, നിൻ്റെ മാതാപിതാക്കന്മാരുടെ സംസാരം വിട്ട്, നിൻ്റെ വിശുദ്ധി വിട്ട് നീ കളിക്കരുത്. ശ്രദ്ധിച്ച് വിളിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ആധ്യാത്മികവും ശാരീരികവുമായ അപകടം പിണഞ്ഞിരിക്കുന്ന മക്കളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ യേശുനാമത്തിലെ വിടുതൽ പ്രാപിക്കട്ടെ. കൂട്ടുകെട്ടുകളിലും പ്രേമബന്ധങ്ങളിലും മൊബൈൽ ചാറ്റിങ്ങിലൂടെയും എല്ലാം അകപ്പെട്ടു പോയ മക്കളെ സംരക്ഷിക്കണമേ കർത്താവേ. വിദൂരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മകളും ആശീർവദിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ബന്ധനമഴിയട്ടെ, തെറ്റുകൾ പൊട്ടട്ടെ, കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ബന്ധനമഴിയട്ടെ, തെറ്റുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. അച്ഛന് പെങ്ങന്മാരുടെ കാര്യം പറയാനുണ്ട്. കർത്താവിനെ അടുത്തറിയുന്നു. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഒരു ശാരീരികമായ ഒരു വിഷയം അറിയാണ്ട് വന്നു പോയെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ സാത്താൻ്റെ അടിമയാണ് നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ തിരിച്ചു പോരണം. കാര്യം നിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ സ്വന്തമാണ്. നിൻ്റെ കർത്താവ് നിൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ ചോര ചൊരിഞ്ഞ് മരിച്ചവനാണെങ്കിൽ നിൻ്റെ ശരീരത്തിട്ട് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ എപ്പോഴും വിചാരിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു അബദ്ധമൊക്കെ സംഭവിച്ചെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പേരിൽ ജീവിതകാലം മുഴുവനും അവിശ്വാസിക്കടിമയായി നിൽക്കരുത്. യു മസ്റ്റ് റിട്ടേൺ. നീ തിരിച്ചു പോരണം. ശ്രുതികട ഹല്ലേലൂയ. ബന്ധങ്ങളിൽ അകപ്പെട്ട് തിന്മയിൽ അകപ്പെട്ടു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ കർത്താവേ, ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിലേക്ക് അവരെ തിരിച്ചു വിളിക്കുന്ന മഹത്തായ അഭിഷേകത്തിന് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. ഈശോയെ, മരണത്തെ ജയിച്ചവരെ, ഈശോയെ, മരണത്തെ ജയിച്ചവരെ, കർത്താവായി അധിപതിയായി എന്നും മണ്ണിൽ വാഴണമേ. കർത്താവായി അധിപതിയായി എന്നും മണ്ണിൽ വാഴണമേ. അപ്പം ചില പെങ്ങന്മാർ എന്നോട് ചോദിക്കുകയെ, അച്ഛാ അങ്ങനെ വരുമ്പോൾ അതൊരു വഞ്ചനയല്ലേ എന്നും. ഞാൻ പറഞ്ഞ് ഈ അക്സെപ്റ്റ് ദ ലെസർ ഈവിൾ എന്ന് പറയും. കാര്യം നാളെ ചത്തുപോണ ഒരാളെ എടുത്ത് നമ്മളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണത് നമ്മുടെ ദൈവത്തെ വഞ്ചിക്കണം കൊണ്ട് നോക്കുമ്പോൾ ഏത് വഞ്ചനയായിരിക്കും വലുത്? നിൻ്റെ ആത്മാവിന് വീണ്ടെടുത്ത കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ നീ അപമാനിച്ചുകൊണ്ട് അവൻ്റെ കുരിശിന് പുല്ലുവില കാണിച്ചു കൊടുക്കുന്നത് ആരാണ്? പിശാചാണ്. നീ ഒരു പിശാചായി മാറുന്നതാണ് നല്ലത്. മനുഷ്യനായ അനുതാപമുള്ളവനായി നിലനിൽക്കുന്നതാണ് വരുത്. മനുഷ്യനായ അനുതാപമുള്ളവർ നിലനിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ കാലിലെ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ, വിരലെ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ആ വിരൽ മുറിച്ച് കളയും നമ്മൾ. എന്താ കാര്യം? ശരീരം മൊത്തം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, അല്ലേ? നമ്മുടെ വിശ്വാസ വിരുദ്ധമായി നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വിശുദ്ധി നഷ്ടപ്പെട്ട സാഹചര്യം വെച്ചുകൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ കർത്താവിനോട് ഐക്യപ്പെട്ട് നിൽക്കും.
അതുകൊണ്ടാണ് നീ തിരിച്ചു പോരാൻ പറഞ്ഞതിൻ്റെ കാരണം. നിൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വില നിനക്ക് നിത്യതയും മാത്രമേ മനസ്സാകത്തുള്ളൂ. ഞാൻ മാതാവിനെ നേരെ കണ്ട ആളാണ്, അതുകൊണ്ടാണ് ഇത്രയും കാർക്കശ്യമായിട്ട് സംസാരിക്കുന്നത്. സ്തുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, സഭയിൽ സന്ദർഭ അധികാരം പ്രഖ്യാപിച്ച് കൃപാസന മത്താനിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേ, അമ്മയുടെ മുന്നിൽ ദിവ്യകുർബാനയിൽ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനും മകളും അവിടെ തിന്മകളിൽ നിന്നും ജീവിത സകലിൽ നിന്നും വിശുദ്ധീകരിക്കും നന്ദി പറയുന്നു. വിശ്വാസ പ്രമാണം ചെയ്യട്ടെ. Lord Jesus Christ, pour out His Spirit, a fire soak with the precious blood, and with the truth of the Catholic Church, with the power of Jesus Christ, with the meritorious of the Holy Priesthood, I bless and hallow this rites. എൻ്റെ കർത്താവിൻ്റെ വിരുദ്ധമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, ക്രിസ്തുവിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ മക്കളെ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. കരമുയർത്തി മനമുയർത്തി കർത്താവേ, ഏതെല്ലാം ആഗ്രഹങ്ങളും നിയോഗങ്ങളും ഇവരിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ, ഉടമ്പടിയിൽ എല്ലാം ആശീർവദിക്കപ്പെടണമേ. വിദൂരങ്ങളിരിക്കുന്നവരെ ആശീർവദിക്കപ്പെടണമേ. രോഗങ്ങൾ സൗഖ്യപ്പെടുത്തണമേ. ഈശോയെ സംരക്ഷിക്കണമേ. സമാശ്വസിപ്പിക്കും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഷാജി മാത്യു. ഞാൻ കണ്ണൂർ ജില്ലയിൽ കോട്ടക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2022 ഓഗസ്റ്റ് 27 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ പേരിൽ അപ്രതീക്ഷിതമായിട്ടൊരു കേസ് അകപ്പെട്ടു വന്നു. ആ കേസിന് 3 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത വന്നു. ആ സാമ്പത്തിക ബാധ്യത തീർക്കാനാവില്ലാതെ വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ ഒരു കുടുംബമായിരുന്നു. ആ സാമ്പത്തികത്തിന് വേണ്ടി വീടുകൾ കയറി ഇറങ്ങിയിട്ടും എനിക്ക് നികത്താൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ആത്മഹത്യാപരമായിട്ടുള്ള ചിന്തയിലേക്ക് മടങ്ങി. ദൈവം വിശ്വാസവും നഷ്ടപ്പെട്ട് ഇരിക്കുമ്പോൾ എൻ്റെ അയൽവാസിയായി ഒരാൾ വന്ന് എൻ്റെ വൈഫിനോടും എന്നോടും പറയുന്നു, കൃപാസനത്തിൽ വന്ന് പോയിട്ട് നിങ്ങളൊന്ന് ഉടമ്പടി എടുക്കുകയാണെങ്കിൽ അമ്മ മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനും വിശ്വസിച്ചില്ല. എങ്കിലും ഒരു ശക്തി എന്നിലേക്ക് വന്ന പോലെ ഞാൻ പറഞ്ഞു, ഞാൻ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പാടെ 4 ദിവസത്തിന് ശേഷം ഞങ്ങൾക്ക് ഈ 3 ലക്ഷം രൂപ എമൗണ്ട് ആദ്യമേ തരികയില്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ നിന്നും കടമായിട്ട് ലഭിക്കുകയും ആ സാമ്പത്തിക ബാധ്യത മാറുകയും ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് എൻ്റെ കുടുംബത്തിലെ ഏറ്റവും വലിയൊരു ചൈതന്യം നിറഞ്ഞു വരുമായിരുന്നു. മാതാവ് എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മുല്ലപ്പൂവിൻ്റെ വാസന കൊണ്ട് നിറയുമായിരുന്നു. അമ്മ ഇത്ര ശക്തിയോടുകൂടി ദൈവസന്നിധിയിൽ നിന്ന് എൻ്റെ ഭവനത്തിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. തുടർന്ന് ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെ പോവുകയായിരുന്നു. അതിൽ നിയോഗങ്ങൾ 2-3 നിയോഗങ്ങൾ വെച്ചു. ആ നിയോഗങ്ങൾ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ തൊഴുത്തിൽ 14 ലിറ്റർ പാലുള്ള ഒരു പശു എങ്ങനെയോ വീണ് തുടയിൽ തിരിഞ്ഞുപോയി. ആ പശു എനിക്ക് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായ വേദന എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും ഞാനും കൂടെ അമ്മയുടെ മുമ്പിൽ അർപ്പിച്ചു. അമ്മയുടെ നിയോഗത്തിൽ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. അമ്മ എനിക്ക്
22 ലിറ്റർ കിട്ടുന്ന ഒരു പശുവിനെ, കന്നി പശുവിനെ നൽകി അനുഗ്രഹിച്ചു ചെറിയ വിലയ്ക്ക്. ആ അനുഗ്രഹത്തോടുകൂടി പിന്നീട് അനുഗ്രഹങ്ങളുടെ ഒരു പേട്ടയായിരുന്നു അമ്മ. ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി, എല്ലാം ഒന്നും ഇവിടെ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. എങ്കിലും ഒരു നിയോഗം ഞാൻ എൻ്റെ വീട്ടിലേക്ക് 56 വർഷമായിട്ട് ലഭിക്കാത്തൊരു വഴിയായിരുന്നു. ചുമടുകൾ താണ്ടി വേദനയോടെ കരഞ്ഞുകൊണ്ട് പുല്ലും കെട്ടുകൾ ചുമന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുമായിരുന്നു, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഒരു വഴി തന്നില്ല. അങ്ങനെ ചോദിച്ചിരുന്ന ഞാൻ ഉടമ്പടി നിയോഗത്തിൽ എനിക്ക് വഴിക്ക് വേണ്ടി വെച്ചപ്പോൾ അമ്മ മാതാവ് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഈ തരാതിരുന്ന ആൾക്കാരിൽ നിന്ന് തന്നെ എനിക്ക് 4 മീറ്റർ വീതിയിൽ എനിക്കൊരു വഴി നൽകുകയുണ്ടായി. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലായിടത്തും ഓരോ സമയത്ത് ഉടമ്പടി 8 തവണ ഞാൻ ഉടമ്പടി പുതുക്കി. ഒരു തവണ ഉടമ്പടി പുതുക്കുമ്പോഴും 3 കെട്ട് പത്രം എൻ്റെ കയ്യിൽ തരും. ആ 3 കെട്ട് പത്രം ഞാൻ എല്ലാ നാടുകളിലും ചുറ്റി സഞ്ചരിച്ച് വിതരണം ചെയ്തുവരുന്നു. ഞാൻ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ചിലർ പുച്ഛിക്കും, ചിലർ ആട്ടി ഓടിക്കും. 70 കിലോമീറ്റർ താണ്ടി ഞാൻ പ്രഭാഷണ പത്രം വിതരണം ചെയ്യുമായിരുന്നു. അതോടൊപ്പം വൃത്തമന്ദിരത്തിൽ പോയി പാവപ്പെട്ട രോഗികളെയും അനാഥരായ അമ്മമാരെയും ചാച്ചന്മാരെയും കണ്ട് പ്രാർത്ഥിച്ച് ആശ്വസിപ്പിച്ച് എന്നിൽ കഴിയുന്ന ചെറിയ എളിയ സഹായങ്ങൾ ഞാൻ അവർക്ക് നൽകുമായിരുന്നു. അതോടൊപ്പം എൻ്റെ കുടുംബത്തിൽ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നായിരുന്നു ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയിരുന്നത്. ബൈബിൾ വായനയും അതോടൊപ്പം തന്നെ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന ആവുന്നത്രയും ദിവസങ്ങളിൽ, തീരെ വയ്യാത്ത ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. ഞാൻ എൻ്റെ മക്കളെ ദേവാലയത്തിൽ പറഞ്ഞുവിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുപ്പിക്കുമായിരുന്നു. അങ്ങനെയുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അമ്മ മാതാവിൽ നിന്നും ഈശോയിൽ നിന്നും എനിക്ക് ലഭിച്ചു, എൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ചു. ഇനി തുടർന്നുള്ള ജീവിതം ഉടമ്പടിയിൽ തന്നെ പോകുവാനാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആഗ്രഹം. അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത്രയും സ്നേഹവും അനുഗ്രഹവും കാരുണ്യവും നൽകിയ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പച്ചൻ ഉടമ്പടി എടുത്തപ്പം ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ വെച്ച ഒരു നിയോഗമായിരുന്നു എൻ്റെ പഠനകാര്യം. ഞാൻ 10ാം ക്ലാസ് വരെ ഒരു ആവറേജ് വിദ്യാർത്ഥിയായിരുന്നു. പക്ഷെ അന്ന് കൊറോണ കാലം വന്ന് 10ൽ എനിക്ക് ഫുൾ A+ കിട്ടുകയുണ്ടായി. പിന്നെ +1 കയറിയപ്പം സിലബസ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പക്ഷേ എന്നാലും മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് അതുവരെയും ഒരു ആവറേജ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ലാസ്റ്റ് ഫൈനൽ എക്സാമിന് ഞാൻ ഉടമ്പടി തൈലമൊക്കെ തേച്ച് പരീക്ഷയ്ക്ക് പോയി. എനിക്ക് ഫുൾ മാർക്ക് ലഭിക്കുകയും ചെയ്തു. പിന്നെ +2ൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 99.3% സ്കൂളിൽ 1ാം സ്ഥാനം ഉണ്ടായിരുന്നു. മാതാവിന് ഒത്തിരി നന്ദി. അതുപോലെ എൻ്റെ ചെറുപ്പത്തിന് മുതലുള്ള ആഗ്രഹമായിരുന്നു ഇലക്ട്രോണിക്സ് എൻജിനീയറിങ് പഠിക്കണമെന്ന്. അതും ഒരു നല്ല കോളേജിൽ പഠിക്കണമെന്ന്. വീട്ടിൽ നിന്ന് പ്രൈവറ്റിലൊന്നും വിടാനുള്ള പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻട്രൻസ് എഴുതണം. അത് എൻട്രൻസിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ പറ്റൂല അങ്ങനെയുള്ള ഒരു വിശ്വാസമായിരുന്നു. പക്ഷേ എന്തോ എൻ്റെ അയൽവക്കത്തുള്ള ഒരു ചേട്ടൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പാലായിൽ പോയിട്ട് ഒരു കൊല്ലം എൻട്രൻസ് പഠിക്കാൻ വേണ്ടി സാധിച്ചു. അതും മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. എൻ്റെ +2 മാർക്കുണ്ടായിരുന്നതിന് തന്നെ കുറേ ഫീസ് ഇളവ് ലഭിച്ചു. പിന്നെ ഹോസ്റ്റൽ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ അയൽവക്കത്തുള്ള ചേട്ടന് സഹായിച്ചാണ് എൻട്രൻസ് പഠിച്ചത്. പക്ഷേ എൻട്രൻസിൽ അങ്ങനെ വലിയ ഒരു നല്ല കോഴ്സിൽ ചേരാനോ നല്ല കോളേജിൽ കിട്ടാനോ ഉള്ള ഒരു റാങ്ക് കിട്ടിയില്ല. ജെയ്ക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ അന്നേരമാണ് ഞങ്ങൾ എൻട്രൻസ് കഴിഞ്ഞ് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് EWSനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് എന്താണെന്നറിഞ്ഞു. അതിന് വേണ്ടിയുള്ള അപേക്ഷകളൊക്കെ കൊടുത്തു. പക്ഷേ ഞങ്ങൾ വില്ലേജ് ഓഫീസിലും പല ആൾക്കാരും കണ്ടപ്പോഴും അവരൊന്നും നിങ്ങൾക്കിത് കിട്ടത്തില്ല, ഇതങ്ങനെ ആർക്കും കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൃഷിസ്ഥലവും വീടൊക്കെ
ഒരു കരം കെട്ടിയ രസീതിൻ്റെ ഉള്ളിലായിരുന്നു വരുന്നത്. അത് കാരണമായിരുന്നു. പക്ഷേ അമ്മ മാതാവ് സഹായിച്ച് അന്ന് ആ ഓഫീസിലുണ്ടായിരുന്ന ഒരു ലേഡി ഓഫീസർ ഏതോ ഒരു ബുക്ക് നോക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കൃഷി ഓഫീസറെ കണ്ട് ഇന്ന സർട്ടിഫിക്കറ്റ് ആക്കണം, പിന്നെ പഞ്ചായത്ത് ഓഫീസിൽ പോയി പെരയിടം ഇങ്ങനെ ഇത്ര സ്ഥലമാണ് എന്നൊക്കെ എഴുതി വാങ്ങാൻ പറഞ്ഞു. അത് ഒരാഴ്ചത്തെ മെനക്കെട്ട് ഉണ്ടായെങ്കിലും ഞങ്ങൾ മാതാവിൽ വിശ്വസിച്ച് തന്നെ എല്ലാ ഓഫീസിലും പോയി ആ സർട്ടിഫിക്കറ്റ് എല്ലാം ഒപ്പിച്ചു. എന്നിട്ട് ഒരു ഉറപ്പുമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കാണാൻ പറഞ്ഞു. താലൂക്ക് ഓഫീസിലേക്ക് ഞങ്ങളെ വിട്ടു. ഞങ്ങൾ ഉപ്പും എടുത്ത് ഞങ്ങളുടെ അപേക്ഷയിൽ ഉടുമ്പടി തൈലവും പുരട്ടിക്കണ്ടാണൊക്കെ പോയത്. എന്നിട്ട് അവിടെ ചെന്ന് അവർ ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ ആശ്വാസമായി. അങ്ങനെ EWC കിട്ടി. എനിക്ക് കോഴിക്കോട് NITയിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിൽ അന്ന് സീറ്റ് കിട്ടി. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് നിൽക്കുകയാണ്. മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി.